ഹായ് എവരിവൺ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ എങ്ങോട്ടേക്കാ പോകുന്നത് അറിയത്തില്ല. നമ്മൾ ഗോവയിലേക്ക് പോവാണ്. ഗോവയിൽ പൊക്കോണ്ടിരിക്കുന്ന യാത്രയാണ്. അപ്പം കണ്ടൊരു കാഴ്ചയാണ് ഈ കാണുന്നത്. നല്ല അതിമനോഹരമായ കാഴ്ചയാണ്. കൂട്ടുകാരെ കണ്ടപ്പോൾ ഇവിടെ നിർത്തിയതാണ്. ഹലോ കൊറിയൻ ബ്രോ, ഒരു ഹായ് പറ. ഒരേ വർഗത്തിലുള്ള ആളുകളെ കണ്ടപ്പോൾ ഇവിടെ നിർത്തിയതാണ്. ഈ ഒരു ഗാർഡ് സെക്ഷൻ എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു 30 കിലോമീറ്ററിൽ കൂടുതലാണ്. ഒരുപാട് കറങ്ങിയിട്ടാണ് നമ്മൾ താഴെ ഒന്ന് എത്തിയത്. അവിടെ നിന്ന് പിന്നെ കുറച്ച് ദൂരെ ഉള്ളായിരുന്നു ഗോവ എന്ന് പറയുമ്പം. ഞാൻ എന്തായാലും അധികം ലാഗ് അടിപ്പിക്കുന്നില്ല കേട്ടോ. ഞാൻ നേരെ നമ്മുടെ ആദ്യത്തെ സ്പോട്ടിന് തന്നെ ഞാൻ പരിചയപ്പെടുത്താൻ പോവാം. ഈ ഗോവ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ആദ്യം വരുന്നത് ഈ വെള്ളമടിയും പാർട്ടിയും ഒക്കെയാണ്. പക്ഷേ ഈ വെള്ളമടി അല്ലാതെ തന്നെ ഗോവയിൽ ഒരുപാട് എൻജോയ് ചെയ്യാനുണ്ടെന്ന് ഈ വീഡിയോ കൂടെ നമുക്ക് കാണാം. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ദിൽ ചാഹത്താ ഹൈ സിനിമയിൽ കൂടെ ഫേമസ് ആയ നമ്മുടെ ചപ്പോര ഫോർട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ നിന്നുള്ള കാഴ്ച അതിമനോഹരമാണ്. നല്ല രസമുള്ളൊരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പുറത്തൊരു കൊട്ടാരവും എന്ന് പറയാനില്ല, പക്ഷേ കുറച്ച് കല്ല് വെച്ചുണ്ടാക്കിയ കുറച്ച് മതിൽക്കെട്ടുകളും പിന്നെ ഈ കാണുന്ന നമ്മുടെ ബീച്ചുമാണ് ഇതിൻ്റെ ഒരു മെയിൻ ആകർഷണം എന്ന് പറയുന്നത്. സൺസെറ്റിനൊക്കെ ഇതൊരു നല്ലൊരു പോയിന്റാണ് കേട്ടോ. 1717 പണിത കോട്ടയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ മൊത്തം മതിൽ കെട്ടുകളാണ് കേട്ടോ ഈ കാണുന്നത്. നമ്മുടെ ദിൽ ചാഹത്താ ഹൈ സിനിമ ഇവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തത്. ഈ മതിൽ കെട്ടുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് സത്യത്തിൽ നമ്മുടെ വെട്ടുകല്ല് വെച്ചാണ്, നാടൻ വെട്ടുകല്ല്. ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ ലൊക്കേഷൻസ് വല്ലതും ഉണ്ടോ ചോദിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഇവിടെ ഫോട്ടോ എടുക്കാൻ നല്ലൊരു ലൊക്കേഷനാണ് ഈ കാണുന്നത്. അതിൻ്റെ എൻട്രൻസ് തന്നെയാണിത്. ഞാൻ ശരിക്കും അതിൻ്റെ മുകളിൽ കയറി നിന്നാണ് കുറേ ഫോട്ടോസൊക്കെ എടുത്തത്. സംഭവം നല്ലൊരു ഏരിയ തന്നെയാണ് ഫോട്ടോ എടുക്കാനൊക്കെ. അമ്മേ, കോട്ട എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പൊ കോട്ട എങ്ങനെ ഉണ്ടായിരുന്നു? കോട്ട സൂപ്പർ. ജീവിതത്തിൽ ഇത്രയും നല്ല കോട്ട കണ്ടിട്ടേ ഇല്ല. കോട്ട സംഭവം സീരിയസ്ലി പറയുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു. നല്ല ലുക്കാണ്. സൺസെറ്റിന്റെ സമയമാകുമ്പോൾ ഇവിടെ നിങ്ങൾ വന്നാൽ നിങ്ങൾ ഉറപ്പായിട്ട് എൻജോയ് ചെയ്യും കേട്ടോ. നട്ടുച്ച നേരത്ത് വന്നു കഴിഞ്ഞാൽ ഉറപ്പാണ് പൊള്ളിയിരിക്കും. അതിനുശേഷം നമ്മൾ വന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് ഒരു പള്ളിയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ നിന്ന് ചപ്പോര ഫോർട്ട് കണ്ട് ഇറങ്ങിയപ്പോൾ തന്നെ ഏകദേശം ഇരുട്ടാറൊക്കെ ആയി. കാരണം സൂര്യ അസ്തമിക്കുന്ന സമയത്താണ് നമ്മളവിടെ വന്നത് തന്നെ ഗോവയിൽ. അങ്ങനെ നമ്മളിവിടെ ചപ്പോര ഫോർട്ടിൽ വന്നപ്പോൾ ക്രിസ്മസിൻ്റെ സമയമായിരുന്നു. അതുകൊണ്ട് ഇവിടെ പുൽക്കൂടൊക്കെ നല്ല അസ്സലായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങറ്റത് നമുക്ക് ബോട്ടിലൊക്കെ നമ്മുടെ സാന്റാ ക്ലോസ് നിൽക്കുന്നത് നമുക്ക് കാണാം. ഇതാണ് ഞാൻ പറഞ്ഞ ആ പള്ളി. രാത്രിയൊക്കെ ഇത് അലങ്കരിച്ച് നല്ല അടിപൊളിയായിട്ടൊരു പള്ളിയാണ് ഈ കാണുന്നത്. ഈ പള്ളിക്കകത്തൊരു സംഭവം ഞാൻ എഴുതി വെച്ചേക്കുന്നത് കണ്ട് അതിൻ്റെ ഫോട്ടോ എടുക്കാൻ ഞാൻ വിട്ടുപോയതാണ്. ഈ പള്ളിക്കകത്ത് കയറുവാണെങ്കിൽ മാന്യമായ ഡ്രസ്സ് ഇട്ടുകൊണ്ടേ കയറാവുള്ളൂ. നിങ്ങൾക്കറിയാം ഗോവയൊക്കെ ആകുമ്പോൾ മദാമ്മമാരും സായിപ്പന്മാരും ഇഷ്ടംപോലെ ഇന്ത്യക്കാരുൾപ്പെടെ നല്ല എന്തായിരുന്നു മുട്ടിൻ്റെ മുകളിലുള്ള ഷോർട്ട്സും ഒക്കെ ഇട്ടുകൊണ്ടാണ് കയറുന്നത്. പക്ഷേ അത് പള്ളിക്കകത്ത് നമുക്ക് അലോഡ് അല്ല എന്ന് പറഞ്ഞത് പ്രത്യേകിച്ച് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. കോട്ടയൊക്കെ കറങ്ങിയതിന് ശേഷം നമ്മളിതാ രാത്രി കടലിൻ്റെ അവിടെ വന്നേക്കുവാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഗോവ എത്തിയപ്പോൾ വളരെ ലേറ്റ് ആയിപ്പോയി. അപ്പോൾ നമ്മുടെ മൊത്തം യാത്ര നാളെ രാവിലെ മുതലായിരിക്കും തുടങ്ങുന്നത് കേട്ടോ. ആ രാത്രി തന്നെ നമ്മൾ ഗോവയിലെ ഒരു ബീച്ചിൽ പോയി. ബീച്ചിൻ്റെ പേര് അശ്വേം ബീച്ചാണ്. അവിടുത്തെ പരിപാടികളാണ് നിങ്ങൾ ഈ കാണുന്നത്. ബാറായതുകൊണ്ട് നമ്മൾ അകത്ത് കയറിയില്ല. ഗോവയിലെ ബീച്ചസൊക്കെ രാത്രിയാണ് എപ്പോഴും ആക്റ്റീവ് ആകുന്നത്. അങ്ങനെ രാത്രി നമ്മൾ വന്ന് ബീച്ചാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സംഭവം സൂപ്പറാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടുത്ത ദിവസം രാവിലെ നേരത്തെ എണീറ്റ് നമ്മൾ ഒട്ടും താമസിപ്പിക്കാതെ നമ്മൾ നമ്മുടെ അടുത്ത ലൊക്കേഷനിൽ പോയി. അത് നമ്മുടെ ഓൾഡ് ഗോവയിലെ നമ്മുടെ ദ ബസലിക്ക ഓഫ് ബോം ജീസസിലാണ് നമ്മൾ പോകുന്നത്. ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന പാലം അട്ടൽ സേത്തുവാണ്. ഈ അട്ടൽ സേത്തുവാണ് നേരെ ചെന്ന് നമ്മുടെ പനാജയിൽ വന്ന് ചേരുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ ആദ്യത്തെ ലൊക്കേഷനിൽ രാവിലെ തന്നെ എത്തി. ദ ബസലിക്ക ഓഫ് ബോം ജീസസ്. ഇതൊരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്. ശരിക്കും ഈ ഒരു പള്ളി പണിതത് 1594 പിന്നെ ഈ ഒരു പള്ളിയിലാണ് നമ്മുടെ സെൻറ്റ് ഫ്രാൻസിസ് സേവിയറിൻ്റെ ബോഡി വെച്ചേക്കുന്നത്. ഈ ഒരു പള്ളിയിലാണ്. എല്ലാം 10 വർഷം ആകുമ്പോഴും ജനങ്ങൾക്ക് കാണാനായിട്ട് ആ ബോഡി എടുക്കും. അങ്ങനെ ഇപ്പം ഒരു 10 വർഷത്തിന് ശേഷം നമ്മളിത് ഇവിടെ വന്നേക്കുന്നത് ഈ ഒരു ബോഡി കാണാൻ തന്നെയാണ്. ആ ബോഡി കാണാനുള്ള ക്യൂ കണ്ടപ്പോഴാണ് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയത്. ശരിക്കും പറഞ്ഞ ഒരു 3-4 കിലോമീറ്റർ ക്യൂ തന്നെയുണ്ട്. ഇവിടെ നിന്ന് നടന്നു പോയി ആ ഷെഡിൻ്റെ അകത്തൂടെ ഒരുപാട് നടക്കണം. അകത്ത് നമുക്ക് ക്യാമറ കൊണ്ടുപോകാൻ പറ്റത്തില്ല, നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാഞ്ഞത്. ഇവിടുത്തെ സെക്യൂരിറ്റീസും ഇവിടുത്തെ സ്റ്റാഫും എല്ലാം വന്ന് നമ്മളെയൊക്കെ ചെക്ക് ചെയ്യും. സംഭവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡ്രസ്സാണ് ഇട്ടേക്കുന്നതാണ് ചെക്ക് ചെയ്യുന്നത്. ഇങ്ങനെ ഞാൻ ബോഡിയൊക്കെ കണ്ട് പുറത്തിറങ്ങിയപ്പോൾ ഇവിടെ സ്റ്റോറിൽ നിന്ന് ഞാനൊരു ബുക്കും ഒരു ഫോട്ടോയും മേടിച്ച്
ഇവിടെ ഒരുപാട് കൊന്തയും മാലയും മോതിരങ്ങളും ഒക്കെ ഈ ഒരു ഏരിയയിൽ കിട്ടും. പിന്നെ കഫറ്റേരിയ ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളവിടെ ചായയും കാപ്പിയും കുടിച്ച് സമയം കളഞ്ഞാലേ നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങുമായിരുന്നു. സെയിൻറ്റ് ഫ്രാൻസിസ് മരിക്കുന്നത് 1552 അന്ന് മുതൽ ഈ 2025 വരെ ആ ശരീരം ഇതുവരെ അഴുകിയിട്ടില്ല. ആൻഡ് ഇപ്പോഴും അതേപോലെയൊക്കെ ഇരിക്കുന്ന ശരീരം കുറച്ച് പഴക്കമായെന്നേ ഉള്ളൂ. പള്ളിയിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ നമ്മൾ ഇഷ്ടം പോലെ കടകൾ കണ്ടു. ഇവിടെ കുറഞ്ഞ വിലയ്ക്കാണ് സാധനങ്ങൾ കൊടുക്കുന്നത്. ചില കടയിൽ മാത്രമുള്ള വില കൂടിയൊക്കെ നിൽക്കുന്നത്. നമ്മുടെ കേരള ഹൽവയും കോഴിക്കോട് ഹലുവ എന്നൊക്കെ പ്രത്യേകിച്ച് ഇവിടെ വളരെ ഫേമസ് ആണ് കോഴിക്കോട് ഹലുവയൊക്കെ. അങ്ങനെ മക്കളെ നമ്മൾ നമ്മുടെ അടുത്ത ലൊക്കേഷനിലേക്ക് നമ്മൾ പോവുകയാണ്. അജയ് ദേവ്ഗണിൻ്റെ നമ്മുടെ സിംഗം സിനിമയ്ക്കകത്ത് ഇങ്ങനൊരു സ്ഥലം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതെ, അജയ് ദേവ്ഗൺ കുറേ ഗുണ്ടകൾ അടിക്കാൻ വരുന്നത് ഈ ഒരു കമ്പിയൊക്കെ പറിച്ചുകൊണ്ട് അടിക്കാൻ വന്നൊരു സീനുണ്ട് അതിൻ്റെ അകത്ത്. ആ സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ സ്ഥലത്തിൻ്റെ പേര് ഡോണ പൗല എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേരെന്ന് പറയുന്നത്. ആൻഡ് നിങ്ങൾ എന്ത് കാഴ്ച കണ്ടു നോക്ക്. നല്ല അടിപൊളി കാഴ്ചയാണ് ഈ കാണുന്നത്. നമുക്ക് ആ പഞ്ചിൻ സിറ്റി മൊത്തം ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും. ആൻഡ് രാത്രിയാകുമ്പോൾ ഈ സ്ഥലമൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ. ഇത്രയും നല്ലൊരു വ്യൂ ഉള്ളൊരു ഏരിയ എന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. സിനിമയിൽ എനിക്ക് തോന്നുന്നു ആ ഒരു ഭാഗം മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ജീപ്പ് വരുന്നു, തല്ലുണ്ടാക്കുന്നു, എല്ലാം ഈ ഒരു ഏരിയ ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഫോട്ടോ എടുക്കുക ഇത് നല്ലൊരു ലൊക്കേഷനാണ്. ആ തൂണയിലൊക്കെ ചാരിയിരുന്നും ഒക്കെ ഒരു പ്രത്യേക ഒരു വൈബാണ്. രാത്രിയാകുമ്പോൾ ഇതിലും നല്ല രസമായിരിക്കും. വാ, എന്ത് ലുക്കാണ് അത് കാണാനായിട്ട് ശരിക്കും. എന്തായാലും ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ബോട്ടിങ്ങിന് നമ്മൾ പോയി. നിലവിൽ നമ്മളിപ്പോൾ നിറാമർ ബീച്ചിലാണ് ഇപ്പം നിൽക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ ബോട്ടിങ്ങിന് പോയാലോ എന്ന് ആലോചിച്ചു. അപ്പം കുറേ പേര് നമ്മളെ വന്ന് കാണുകയും ചെയ്തു. അപ്പം പറഞ്ഞു ബോട്ടിങ്ങിന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഡോൾഫിൻസിനെ കാണാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മളിപ്പം ബോട്ടിങ് ചെയ്യാനായിട്ട് ഇവിടെ നിൽക്കുവാണ്. എന്തായാലും അതിൻ്റെ വിശ്വാസം നമുക്ക് നേരിട്ട് കാണാം. നമ്മളങ്ങനെ നമ്മുടെ ബോട്ടിലൊക്കെ കയറി. ബോട്ടിൽ കയറിയപ്പോൾ അവിടുത്തെ ബോട്ട് ഓടിക്കുന്ന ആൾ നമ്മുടെ അടുത്ത് പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെള്ളത്തിലായാലും ചാടരുത്, ചാടിയ 10,000 റുപ്പീസ് നമുക്ക് ഫൈൻ കിട്ടും. അത് മാത്രമല്ല പുള്ളി പറഞ്ഞാൽ നിങ്ങൾ ജീവനോടെ ഉണ്ടെങ്കിൽ ആ ഫൈൻ കൊടുക്കേണ്ടി വരത്തുള്ളൂ എന്നാണൊക്കെ പറഞ്ഞത്. യാത്ര സമയത്ത് ബോട്ടിൻ്റെയൊക്കെ സൗണ്ട് ഞാൻ കട്ട് ചെയ്തു. കാരണം നമുക്ക് കോപ്പിറൈറ്റ് കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. നമ്മുടെ കുറേ നല്ല അടിപൊളി മലയാളം പാട്ടും ഹിന്ദി പാട്ടും മറാഠി പാട്ടും ഒക്കെ ഇട്ട് ആൾക്കാരൊക്കെ ഡാൻസ് കളിച്ചൊക്കെയാണ് നമ്മൾ ഡോൾഫിനെയൊക്കെ കാണാൻ പോയത്. കുറേ കഴിഞ്ഞ് ബോട്ട് നിർത്തി അവർ പറഞ്ഞു ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ വെള്ളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡോൾഫിനെ കാണാവുന്നത്. നമ്മൾ കുറേ നേരം നോക്കി, പക്ഷെ ഒന്നും കാണാൻ പറ്റുന്നില്ല. വെള്ളത്തിൽ നോക്കിയാൽ ഡോൾഫിനെ കാണാമെന്നാണ് ഇവിടെ പറയുന്നത്. എന്തായാലും കുറേ ദൂരം നമ്മൾ വീണ്ടും പോയി ഡോൾഫിനെ തപ്പി, പക്ഷേ ഡോൾഫിനെ കാണാൻ പറ്റിയില്ല കേട്ടോ. പക്ഷെ നമ്മൾ വേറെ കുറേ നല്ല കാഴ്ചകളൊക്കെ കണ്ടു. അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. നിങ്ങൾ അങ്ങ് അറ്റത്ത് കാണുന്നൊരു വെള്ള വീട് കണ്ടോ? ആ വെള്ള വീട് അനുപം ഖേറിൻ്റെയാണ്. ഒരു 80 കോടി വരുമെന്നാണ് നമ്മുടെ ബോട്ട് ഓടിക്കുന്ന ക്യാപ്റ്റൻ നമ്മുടെ അടുത്ത് പറഞ്ഞത്. അടുത്തതായി ആ കാണുന്ന വെള്ള ബിൽഡിംഗ് കണ്ട, അവിടെ നിങ്ങൾക്ക് ഗോവ വന്നു കഴിഞ്ഞാൽ ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കിട്ടുമെന്നാണ് നമ്മുടെ അടുത്ത് ക്യാപ്റ്റൻ പറഞ്ഞത്. അതാണ് ഇവിടുത്തെ സെൻട്രൽ ജയിൽ. എങ്ങനെയുണ്ടായിരുന്നു അപ്പോൾ ബോട്ട് റൈഡ്? നല്ല സൂപ്പറായിരുന്നു, നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. നല്ല ജേണി ആയിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു അമ്മേ? അപ്പോൾ നമ്മുടെ ബോട്ട് റൈഡ് എല്ലാം കഴിഞ്ഞ് ഡോൾഫിനെ മാത്രം കാണാൻ പറ്റിയില്ല. അതിൻ്റെ ഒരു വിഷമമുണ്ട്. പക്ഷേ നിങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്യും കേട്ടോ. പാട്ടും ഡാൻസും ബഹളവും അങ്ങനെ അടിപൊളിയാണ്. നമ്മളങ്ങനെ മിറാമർ ബീച്ച് വിട്ട് നമ്മൾ വേറൊരു സ്ഥലം നോക്കി നമ്മളങ്ങനെ പോവാണ്. ഇവിടെ നമുക്ക് ശരിക്കും നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല ഒരുപാട് ലൊക്കേഷൻസ് ഉണ്ട്. ഇനി ഇവിടുത്തെ ഫേമസ് ബീച്ചുകളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇത് നമ്മൾ പോകുന്ന വഴിക്ക് കണ്ട നല്ല അടിപൊളി മനോഹരമായ ഒരു കാഴ്ചയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല സൂപ്പർ കാഴ്ചയാണ്. നമ്മൾ ശരിക്കും ഇത് വരുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അട്ടൽ സെത്തു ബ്രിഡ്ജ് നമ്മുടെ പഞ്ചിയുമായിട്ട് ജോയിൻ ചെയ്യത്തില്ലേ, അവിടെ നിന്ന് നമ്മൾ നേരെ നമ്മുടെ ഡോണാപോല എന്ന് പറയുന്ന സ്ഥലത്ത് പോകുമ്പോഴുണ്ടല്ലോ, അവിടെയാണ് ഇങ്ങനെ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നത്. രാത്രിയാകുമ്പോൾ നല്ലൊരു രസമായിരിക്കും ഇത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗോവയിലെ തന്നെ ഏറ്റവും ഫേമസ് ആയ ബീച്ചായ ബാഗ ബീച്ചിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ആൻഡ് നിങ്ങൾ തന്നെ ഇവിടുത്തെ കാഴ്ചകളൊന്ന് കണ്ടു നോക്ക്. ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. ആൻഡ് കടലിലൊക്കെ കുളിക്കാൻ ഇറങ്ങാൻ നമുക്ക് പറ്റും, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വലിയ നിയന്ത്രണമൊന്നും ഇവിടെ ഇല്ല. എന്നാലും കോസ്റ്റ് ഗാർഡൊക്കെ വിസിലൊക്കെ അടിച്ച് ആൾക്കാരെ പുറത്തൊക്കെ ഇറക്കുന്നുണ്ട്. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ ഇവിടെ ആകെയുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കടലിൻ്റെ ഒരറ്റം മുതൽ അങ്ങ് അറ്റം വരെ ഇറങ്ങിപ്പോകാൻ പറ്റും. മാത്രമല്ല കോസ്റ്റ് ഗാർഡ് ഓരോ സെക്കൻഡ് നിങ്ങൾ അവിടെ പോകരുത്, അത്രയും ദൂരെ പോകരുത്, ഇവിടെ വന്നേ കുളിക്കാവൂ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ രക്ഷിക്കാനും
വാൺ ചെയ്യാനൊക്കെ ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ട് കോസ്റ്റ് ഗാർഡ്. ഈ ഒരു ബീച്ച് ശരിക്കും നിങ്ങൾക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ നിങ്ങൾ സൺസെറ്റിൽ മാത്രമേ വരാവുള്ളൂ, സൂര്യാസ്തമയമൊക്കെ ആകുമ്പോഴേ വരാവുള്ളൂ. അല്ലെങ്കിൽ ഉച്ചയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ വെയിലടിച്ച് നിങ്ങൾക്ക് പണി കിട്ടുമെന്നേ ഉള്ളൂ. ആ കാണുന്നത് രാത്രിയിലത്തേക്കുള്ള ഒരുക്കാണ്. രാത്രി നമ്മൾ ഈ ഒരു ബീച്ചിലേക്ക് വരുവാണെങ്കിൽ മൊത്തം ലൈറ്റും ഒക്കെ ഇട്ട് ശരിക്കും അങ്ങനെ ഒരു കാഴ്ച ലോകത്ത് എവിടെയും കിട്ടില്ല. അതായത് നമ്മുടെ ഇന്ത്യയിൽ എവിടെയും കിട്ടില്ല അങ്ങനെ ഒരു കാഴ്ച. ആ ഒരു കാഴ്ച തന്നെയാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ, പ്രത്യേകിച്ച് ബീച്ചിൻ്റെ രാത്രി. ബാഗ ബീച്ച് കണ്ടതിന് ശേഷം നമ്മൾ നേരെ വന്നത് കാൻഡലിമിലേക്കാണ്. കാൻഡലിം ബീച്ച് അവിടുത്തെ രാത്രിയായി എത്തിയപ്പോൾ ഭയങ്കര ട്രാഫിക്കായിരുന്നു. അവിടുത്തെ ഒരു കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഗോവ യാത്ര, അന്നത്തേക്കുള്ള ഗോവ സന്ദർശനമൊക്കെ നമ്മൾ കഴിഞ്ഞ്. സത്യം പറഞ്ഞാൽ എൻ്റെ വീഡിയോയിൽ ആദ്യം ഞാൻ കാണിച്ചൊരു സ്ഥലം ഉണ്ടായിരുന്നു. രാവിലെ ഇതേ സ്ഥലത്താണ് നമ്മുടെ അട്ടൽ സെത്തു പാലവും എല്ലാം നമ്മൾ കണ്ടത്. ഇതിപ്പം രാത്രി ഇതിൻ്റെ കാഴ്ച എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. വെള്ളമൊക്കെ നമുക്ക് ക്ലിയറായിട്ട് കാണാൻ പറ്റത്തില്ലെങ്കിലും നമുക്ക് ആ പാലവും ഇവിടുത്തെ കാസിനോസ് എല്ലാം നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തേക്കുന്നതും ലൈറ്റൊക്കെ ഇട്ടേക്കുന്നത് കാണാനും ഒരു പ്രത്യേക ഒരു സുഖമാണ്. പക്ഷേ രാത്രി നമ്മളിവിടെ വന്നതൊരു 10 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ്. പക്ഷേ ആ ഒരു സമയം ഇവിടെ വന്നപ്പോൾ ഫാമിലിയായിട്ട് ആൾക്കാരെ ആരെയും കാണുന്നില്ല, ആകെ നമ്മളെ മാത്രമേ കാണുന്നുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഈ സ്ഥലം വളരെ സേഫായിട്ട് ഫീൽ ചെയ്തില്ല കേട്ടോ. അതാണ് പിന്നെ അധികം ഞാൻ അകത്ത് കയറിയൊന്നും വീഡിയോ എടുക്കാതിരുന്നത്. എനിക്കൊട്ടും സേഫായിട്ട് ഫീൽ ചെയ്യാത്തതുകൊണ്ട് ഞാൻ അപ്പോഴേ എൻ്റെ പപ്പയുടെ അമ്മയുടെ അടുത്തും പറഞ്ഞു, അപ്പം അമ്മേ വാ നമുക്ക് ഇവിടെ നിന്ന് പോവാം കേട്ടോ. അങ്ങനെ രാത്രിയിലത്തെ യാത്രകളൊക്കെ നമ്മൾ അവസാനിപ്പിച്ച് അടുത്ത ദിവസം നമ്മളൊരു ബീച്ചിലൊക്കെ കുളിക്കാനൊക്കെ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ കായലും കടലും യോജിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് നടുഭാഗത്ത് ഒന്ന് നിന്നിട്ടുണ്ടോ? എന്നാൽ ഗോവയിൽ അങ്ങനെ ഒരു സ്ഥലമുണ്ട്. ഈ അശ്വയം ബീച്ചിൻ്റെ സൈഡിൽ തന്നെ ഈ കാണുന്ന കായൽ ആ കാണുന്ന കടലിൽ പോയി യോജിക്കുന്ന ഒരു ഏരിയയാണ്. വലിയ ആഴമൊന്നുമില്ല, സംഭവം സേഫാണ്. നമുക്കിങ്ങനെ നമ്മുടെ മുട്ടിൻ്റെ മുകളിൽ വരെ വെള്ളം വരുമെന്നേ ഉള്ളൂ. ഗോവയിൽ നിന്ന് തിരിച്ചു പോകുന്നതിന് മുമ്പ് എൻ്റെ ആഗ്രഹമായിരുന്നു ഗോവയിലെ ബീച്ചിലൊന്നും ചെന്ന് കുളിക്കണമെന്ന്. അങ്ങനെ ആ ആഗ്രഹം അവിടെ ചെന്നിട്ട് നടന്നു. അപ്പം ഞങ്ങൾ തിരിച്ചു പോവാണ്. എൻ്റെ വീഡിയോയുടെ അങ്ങനെ അവസാനിപ്പിക്കാൻ സമയമായി. ഗോവയിലെ അശ്വയം ബീച്ചാണ് ഈ കാണുന്നത്. ഞാനിന്ന് രാവിലെ നമ്മുടെ അവസാനം എവിടെയെങ്കിലും കറങ്ങാൻ പോയാലെന്ന് ഓർത്ത് നേരെ അശ്വയം ബീച്ചിൽ വന്ന് കുളിക്കാമെന്ന് ഓർത്തു. അങ്ങനെ കുളിച്ചു. ഇത് നല്ല ശാന്തമായ ഒരു ബീച്ചാണ്. നമുക്ക് അങ്ങ് അച്ഛൻ വരെ ഇറങ്ങി പോകാനൊക്കെ പറ്റും. എന്തായാലും ഗോവയിലുള്ള വ്ളോഗുകളെല്ലാം ഇവിടെ നിന്ന് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ഈ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, പിന്നെ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് അമർത്തിക്കണം. ഓക്കെ, ബൈ.